അപ്പോൾ നമ്മൾ RPM മീറ്ററിന് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ വയറിങ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. മെയിനായിട്ട് ഇതിനൊരു 5 വയറാണ് നമുക്ക് മേടിക്കുമ്പോൾ കിട്ടുന്നത്. ഒരു യെല്ലോയിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു വയറ്, പിന്നെ ഒരു പ്ലസ് മൈനസ്, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക്, ഒരു ഗ്രീന്. ഈ 5 വയറാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ യെല്ലോയിൽ ബ്ലാക്ക് വരുന്ന പോർഷൻ നമുക്ക് സിഗിലിലേക്കുള്ള വയറാട്ടോ. വണ്ടിക്ക് RPM മീറ്ററിന് വേണ്ട സിഗിലിൽ വേണ്ടി അത് കോയിലിലേക്കാട്ടോ നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു പ്ലസ് മൈനസ്, ഒരു അത് ലൈറ്റിലേക്ക്, ഒരു ബ്ലാക്ക് റെഡ് വരുന്നത് ലൈറ്റിൻ്റെ. പിന്നെ വരുന്ന മീറ്ററിൻ്റെ പവർ വരുന്നത് അതൊരു ബ്ലാക്കും ഗ്രീനും. അപ്പോൾ ഈ 4 വയറും കൂടെ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുക്കുക. അപ്പം എഞ്ചിനായിട്ട് കൊടുക്കരുത്, കാരണം RPM കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്, മീറ്റർ അടിച്ചു പോകാനും ലൈറ്റ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ വരുന്ന സിഗിലിൽ ഞാനിത് വയറിലാക്കിയിട്ടേക്കാണ്. ഈ സിഗിലിൽ പോകുന്ന കോയിലേക്കാട്ടോ. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അടിയിലായിട്ടാട്ടോ, യൂട്ടിലിറ്റി ബോക്സിന് മുകളിലായിട്ടും പെട്രോൾ ടാങ്കിന് അടിയിലായിട്ടാട്ടോ നമുക്ക് കോയിൽ, ഇഗ്നിഷൻ കോയിലിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ബ്ലാക്കിൽ ഒരു യെല്ലോ ഷെയ്ഡുള്ളൊരു വയറുണ്ടാവും. ആ വയറിലേക്ക് നമ്മൾ ഈ വയറും കൂടെ കണക്ട് ചെയ്താൽ മതി, എന്നിട്ട് പ്ലഗ് ഇൻ ചെയ്താൽ മതി. അപ്പോൾ പെർഫെക്റ്റ് വർക്കിംഗ് ആയിരിക്കും. ഇതിന് ഡീറ്റെയിൽ വീഡിയോ ഞാനാണെങ്കിൽ ഫുള്ളായിട്ട് RPM മീറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് വയറിങ് അടക്കം ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ.